പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി ഒളിവിൽ പോയ അർജുൻ ആയിങ്കെ ഒടുവിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. കണ്ണൂരിൽ അഭിഭാഷകയായ ഡെലീറ്റയുടെ ഫ്ളാറ്റിൽ നിന്നാണ് പിടിയിലായത്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. പുലർച്ചെ 2:30 കസ്റ്റഡിയിലെടുത്തത്. ആയിങ്കയെ കോതമംഗലം പോലീസിന് ഉടൻ കൈമാറാനാണ് നീക്കം. ഇയാളുടെ ഇളയ സഹോദരൻ അജയ് ആയിങ്കയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കീഴടങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അറസ്റ്റ് എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. അഭിഭാഷകയുടെ വീട്ടിലെത്തി അതിനുള്ള നടപടിക്രമങ്ങൾ നീക്കുന്നതിനിടയിലാണ് നിർണായകമായ നീക്കം ഉണ്ടാവുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളും അർജുൻ ആയിങ്കയെ പിടികൂടുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ഞങ്ങളിതിനെ കാണുന്നത് ഒരു ആയെങ്കിൽ മാത്രമല്ല, ഒരു ഗുണ്ടക്ക് ഇത്തരത്തിലുള്ള വെല്ലുവിളിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാകാൻ പാടില്ല. ഒരു ആയങ്കിയെ പിടിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു ഗുണ്ടാ പ്രവർത്തനം ആരെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നിയമപരമായ നടപടി കൂടിയാണ്. ഇന്നലെ തന്നെ ഞങ്ങളെല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇന്നലെ രാത്രി ഒരു 10 മണിയാകുമ്പോഴേക്ക് തന്നെ ഏകദേശം 55 പേരെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിൽ ആയങ്കിയുടെ കൂട്ടാളികളുണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും അതിൻ്റെ കൂടുതൽ കണക്ക് കിട്ടും. കൂടുതൽ പേര് കസ്റ്റഡിയിലായിരുന്നു. 100 പേരെങ്കിലും മൊത്തത്തിലായിട്ടുണ്ടാവുന്ന കണക്കാണ്. മാത്രമല്ല, ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ ചില റീൽ ഹീറോസായിട്ടും ബർത്ത്ഡേ പാർട്ടികൾ ആഘോഷിക്കുകയും വാളുകൊണ്ട് ഈ കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ വലിയ ഷോ നടക്കുന്ന ആളുകൾ, അവരുടെ ആ ഷോ ഇന്ന് ഇതോടുകൂടി അവസാനിക്കുന്നതായിരിക്കും. ഇതിൽ ഞങ്ങൾക്ക് ചില വ്യക്തമായ ഇൻഫർമേഷൻ ഉണ്ട്. ഇതിൻ്റെ ചില ഗുണ്ടകളുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അത് ഇവിടുത്തെ ചില സ്പോൺസേഴ്സിൻ്റെ ആണ്. അർജുൻ ആയിങ്കി അപ്പാർട്ട്മെന്റിൽ എത്തിയെന്ന് സംശയിക്കുന്ന കാറിന്റെ CCTV ദൃശ്യങ്ങളും ന്യൂസ് 8 ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 3:45 അപ്പാർട്ട്മെന്റിൽ എത്തിയത്. ചുവപ്പ് കാറിലാണ് ആയിങ്കി എത്തിയത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന് ഇതുവരെ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ആയിങ്കയെ പിടികൂടുന്നത് പോലീസിനും ഒരു അഭിമാന പ്രശ്നമായിരുന്നു. അത് SP വിജയൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി പ്രകടമാവുന്നുണ്ട് എന്നതാണ് സാഹചര്യം. എന്തായാലും എന്താണ് പോലീസിൻ്റെ ഇനിയുള്ള നീക്കം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. KV ബൈജു നമുക്കൊപ്പമുണ്ട്. ബൈജു, ഈ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ഇട്ടുകൊണ്ട് നടത്തിയിരുന്ന ഈ അർജുൻ ആയിങ്കി എങ്ങനെ ട്രാവൽ ചെയ്ത് കണ്ണൂർ വരെ എത്തി എന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പോലീസിനെ ആരെങ്കിലും സഹായമുണ്ടായിരുന്നു എന്ന മറ്റു വിഷയങ്ങളുമുണ്ട്. എന്താണ് പോലീസിന് ഇതുവരെ ഈ ആയിങ്കിയുടെ നീക്കം സംബന്ധിച്ച് ലഭിച്ച വിവരങ്ങൾ? ഇനി എന്താണ് പോലീസിൻ്റെ അടുത്ത നടപടി? ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ അർജുൻ ആയിങ്കയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ്. അതായത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ അവഹേളിക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടു, ഭീഷണിപ്പെടുത്തി, ഇങ്ങനെയുള്ള കുറ്റത്തിനാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും അതിൽ ജാമ്യം ലഭിക്കുമെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും എറണാകുളം പോലീസിന് കൈമാറാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഒരു കൊടും ക്രിമിനൽ, അതായത് കൊട്ടേഷൻ സംഘങ്ങൾ, സ്വർണം പൊട്ടിക്കൽ, അതോടൊപ്പം ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ വെല്ലുവിളിച്ച് നടക്കുന്ന ഒരു ക്രിമിനൽ, ആ ക്രിമിനൽ ഇത്രത്തോളം സഹായം ചെയ്ത് ആര് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ഇന്നലെ 3:45 കൂടിയാണ് കണ്ണൂരിലെ പഴയ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഈ അഡ്വക്കേറ്റിനെ, അഭിഭാഷകയുടെ ഇവരുടെ സുഹൃത്തു കൂടിയാണ് ഈ അഭിഭാഷക, അവരുടെ ആ ഫ്ളാറ്റിലേക്ക് എത്തുന്നു. പക്ഷേ പിന്നീട് പോലീസ് പിടികൂടുന്നതാകട്ടെ പുലർച്ചെ 1:25 ഈ 9 മണിക്കൂർ ഈ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിലായിരുന്നു ഈ അർജുൻ ആയിങ്കി കഴിഞ്ഞിരുന്നത്. നേരത്തെ തളിപ്പറമ്പിലെ ഒരു ചെറിയ ലോഡ്ജിലായിരുന്നു അർജുൻ ആയിങ്കി താമസിച്ചിരുന്നത്. പക്ഷേ അവിടെ അർജുൻ ആയിങ്കി താമസിക്കുന്നുണ്ടെന്ന വിവരം പോലീസിന് ലഭിക്കുന്നു. പക്ഷേ ആ വിവരം അർജുൻ ആയിങ്കി ലഭിക്കുന്നു. അതോടുകൂടി അർജുൻ ആയിങ്കി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. നേരെ പയ്യന്നൂർ ഭാഗത്തേക്കാണ് ഒരു ഓട്ടോയിൽ പോകുന്നത്. പോലീസ് പിടികൂടാതിരിക്കാൻ വേണ്ടി തന്നെ ഏതെങ്കിലും തരത്തിൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. അങ്ങനെ ഈ ഓട്ടോ ഡ്രൈവറുടെ ഫോൺ അർജുൻ ആയിങ്കി വാങ്ങുന്നു. ആ ഫോണിൽ നിന്നും ഇയാളുടെ ഒരു സുഹൃത്തിനെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ആ കാറിലാണ് കണ്ണൂരിലേക്ക് ഇയാളെത്തുന്ന ഒരു ചുവന്ന കാറാണ്. ആ കാറിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതോടൊപ്പം പോലീസ് ഈ ഫ്ളാറ്റിലെത്തുന്ന ദൃശ്യങ്ങളും ന്യൂസ് 18 പുറത്തുവിടുന്നുണ്ട്. അങ്ങനെ ഈ അർജുൻ ആയിങ്കെ വലിയ തോതിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് ഉണ്ടാക്കി, ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് ഉണ്ടാക്കി. കഴിഞ്ഞ 48 മണിക്കൂറോളം കണ്ണൂർ പോലീസ് അർജുൻ ആയിങ്കിക്കായി മുക്കും മൂലയും അരിച്ചു പറക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷെ കണ്ടെത്താൻ സാധിച്ചില്ല, പിടികൂടാൻ സാധിച്ചില്ല. ഓരോ തവണ അർജുൻ ആയിങ്കയുടെ സ്ഥലം കൃത്യമായി പോലീസ്
പോലീസ് കണ്ടെത്തുമ്പോഴും അത് കൃത്യമായി അർജുൻ നായിക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ അവിടെ നിന്നും മാറുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിലായി വളപട്ടണം പോലീസ് 8 പേരെ, ഇയാളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന 8 പേരെ കസ്റ്റഡിയിലെടുക്കുന്നു. അവരെ ചോദ്യം ചെയ്യുന്നു. കൂടുതൽ ചെയ്തതിലൂടെയാണ് കണ്ണൂരിൽ തന്നെ അർജുൻ നായിക് ഉണ്ട് എന്ന വിവരം പോലീസിന് പിന്നീട് ലഭിക്കുന്നു. അങ്ങനെ ഇന്നലെ രാത്രി സംയുക്തമായി, അതായത് കണ്ണൂർ റൂറൽ പോലീസും കണ്ണൂർ ടൗൺ പോലീസും സിറ്റി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം സംയുക്തമായി നടത്തിയ ഒരു തെരച്ചിലാണ് ഒടുവിൽ അർജുൻ നായിക് പിടിയിലാകുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനം, പിടിയിലാകുമ്പോഴും പരിഹാസവും വെല്ലുവിളിയുമാണ് അർജുൻ നായികയുടെ ഭാഗത്തുണ്ടാകുന്നത്. കടലിൽ പോയവരെ കണ്ടെത്തിയോ എന്ന തരത്തിലൊക്കെ പരാമർശം നടത്തുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനം. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകിയ പരാതിയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടു എന്ന ഒരു സൈബർ കുറ്റത്തിനാണ് ഇപ്പോൾ കണ്ണൂർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കോതമംഗലം പോലീസിന് കൈമാറും. ഇതിൽ നമുക്കറിയാം, സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഒരു പ്രതിക്ക് പരിരക്ഷ നൽകുന്ന രീതിയിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ അത്തരം കാര്യങ്ങളുണ്ട്. ഏതായാലും അതിലൊക്കെ നടപടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും കോതമംഗലം പോലീസിന് അർജുൻ നായികയെ കൈമാറുക. എന്നാലും ഇനി ഒരുപാട് കാര്യങ്ങൾ പോലീസിന് ചോദിച്ചറിയേണ്ടതുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യം ഇവിടെയാണ് ഇപ്പോൾ അർജുൻ നായികയെ ചോദ്യം ചെയ്തിട്ടുള്ളത്. പ്രധാനമായി ആരാണ് ഇയാൾക്ക് സഹായം ചെയ്തു കൊടുത്തത്, ഇത്തരത്തിൽ ഒളിവിൽ കഴിയാൻ, ഇത്തരത്തിൽ യാത്ര ചെയ്യാനൊക്കെ സഹായം ചെയ്തത് ആരാണ്, അതാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും ചോദിച്ചറിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കോടതിയിൽ അർജുൻ നായികയെ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ചൈത്യ, അല്പസമയത്തിനുള്ളിൽ ഹാജരാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്ന കാര്യം. അർജുൻ നായികയെ ഉടൻ തന്നെ റിമാൻഡ് ചെയ്യും, പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അടുത്ത നീക്കം എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ബൈജു, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.